നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ओम देवकी नंदने विद्महे वासुदेवये धीमहि. ओम देवकी नंदने विद्महे वासुदेवये धीमहि. ओम देवकी नंदने विद्महे वासुदेवये धीमहि. वासुदेवाय नमः. ओम देवकी नंदने विद्महे वासुदेवये धीमहि. ओम देवकी नंदने विद्महे वासुदेवये धीमहि. ओम देवकी नंदने विद्महे वासुदेवये धीमहि. രഞ്ജിനി, ഇതാണ് അവസരം. ഇവന്റെ വ്രതം പൊളിക്കാൻ ഇതിലും നല്ലൊരവസരം ഇനി കിട്ടിയെന്ന് വരില്ല. അതെ അതെ. വാ. മോനെ രൂപേഷേ, ഭക്ഷണമൊക്കെ തുറന്നു നോക്കിയിട്ട് ഒന്നും കഴിക്കാതിരിക്കുന്ന എന്താ? അയ്യോ, മോൻ ഇഷ്ടമുള്ളതൊന്നും ഇല്ലേ? ഇതൊക്കെ മോൻ ഇഷ്ടമുള്ളതാണല്ലോ, പിന്നെന്തു പറ്റി? പാവം, വ്രതത്തിനെ കുറിച്ച് ആലോചിച്ചിരിക്കുവായിരിക്കും. അയ്യോ രൂപേഷേ, വ്രതം ഒരു വീട്ടിലൊരാളെടുത്താ മതി. അതിന്റെ ഫലം എല്ലാവർക്കും കിട്ടും. അല്ലാതെ വീട്ടിലെല്ലാവരും കൂടി വ്രതം എടുക്കേണ്ട ഒരു കാര്യമില്ല. ഒരാളെടുത്താലും ആ വീട്ടിലെ മുഴുവൻ പേര് വ്രതം എടുത്താലും ഒരേ ഫലം തന്നെയാ കിട്ടുന്നത്. രഞ്ജിനി പറഞ്ഞതാ ശരി. സുമംഗല ചേച്ചിക്ക് വേണ്ടിട്ടല്ലേ ഈ വ്രതം ഇപ്പൊ ദർശനം എടുക്കുന്നത്. അതിന്റെ കൂടെ രൂപേഷും കൂടി വ്രതം എടുക്കേണ്ട കാര്യമില്ലല്ലോ. ഒരു ദിവസം ഒരാൾക്ക് ഒരു ഗുണമല്ലേ കിട്ടൂ. അത് പോട്ടെ ഗിരിജെ, അമ്മയോടുള്ള സ്നേഹം വെച്ച് പാവ അതൊന്നും ഓർത്തു കാണില്ല, ആരും പറഞ്ഞു കൊടുത്തും കാണില്ല. നീ കഴിക്കേ. വേണ്ട, ഞാൻ വ്രതം പിടിക്കല്ലേ. രൂപേഷേ, പറഞ്ഞില്ലേ ഒരു വീട്ടില് ഒരാള് വ്രതം പിടിച്ചാ മതി. ദേ, നല്ല വെള്ളയപ്പമുണ്ട്, പൂ പോലത്തെ ഇടിയപ്പമുണ്ട്, ഇഞ്ചി ചേർത്തരച്ച നല്ല തേങ്ങാ ചമ്മന്തി ഉണ്ട്, മുട്ടക്കറിയുണ്ട്, ചിക്കൻ കറിയുണ്ട്. ഇതിലേത് വേണം പറ. മോനെ രൂപേഷേ, ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടന്ന കുടലിൽ അൾസർ പിടിക്കും. പിന്നെ അതും കൊണ്ട് ആശുപത്രി തോറും കേറി ഇറങ്ങേണ്ടി വരും. അതെ, ഈ അൾസർ വന്ന് പിടിച്ച പിന്നെ അറിയാലോ, അതോടെ തീർന്നു ഭക്ഷണവും രുചികളും ഒക്കെ. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങളൊന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാവും. എരിവ്, പുളി, മധുരം, ഉപ്പ്, ഇതൊക്കെ പിന്നെ അങ്ങോട്ട് ഉപേക്ഷിക്കാനേ പറ്റൂ. രൂപേഷേ, മോൻ എന്തേലും കഴിക്കേ. കഴിക്ക, അത് വിളമ്പ്. കഴിക്കും മോനെ, കഴിക്ക. നോക്കിയിരിക്കാതെ എടുത്ത് കഴിക്കേ. നീ കഴിക്ക് രൂപേഷേ. മോൻ കഴിക്കേ. കഴിക്ക് രൂപേഷേ. ഭക്ഷണം കഴിക്കാതെ ഇപ്പൊ തന്നെ മുഖമൊക്കെ അങ്ങ് വാടി. ദേ, ഈ വ്രതമൊക്കെ സന്തോഷത്തോടെ പിടിക്കാനുള്ളതാ.
എന്നാലേ അതിന് ഫലം കിട്ടൂ. ഒരു ദിവസം മുഴുവൻ ജലപാനം പോലും ഇല്ലാതെ പട്ടിണി കിടക്കാൻ രൂപേഷിനെ കൊണ്ടൊന്നും പറ്റില്ല. അതിന്റെ ആവശ്യമില്ലല്ലോ. ഒരു ദൈവവും പട്ടിണി കിടന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടോ? പിന്നെ ഇതൊക്കെ വെറും അന്ധവിശ്വാസങ്ങളാ. നീ കഴിക്ക് രൂപേഷേ. ഒരു ദൈവവും പട്ടിണി കിടന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടോ? പിന്നെ ഇതൊക്കെ വെറും അന്ധവിശ്വാസങ്ങളാ. നീ കഴിക്ക് രൂപേഷേ. രൂപേഷേ, നീ ഇത് കഴിക്കാതെ എങ്ങോട്ടാ? രൂപേഷേ, കഴിക്കടാ. വേണ്ട. ആശിപ്പിച്ചു. സാരയില്ല ഗിരിജെ, ഇനി സമയം കിടക്കുമല്ലേ. നേരം വെളുത്തതല്ലേ ഉള്ളൂ. ഇപ്പോഴേ വിശപ്പ് സഹിക്കാൻ വയ്യാത്തവൻ വൈകുന്നേരം വരെ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ ഈ വ്രതം പൂർത്തിയാക്കൂന്ന് നിനക്ക് തോന്നുന്നുണ്ടോ?